can say if your love grows as your heart shows only time. We are there, we are പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നലെ നമ്മൾ പുൽത്തൊഴുത്തിൽ യേശുവിനെ കണ്ടു, ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ചു. ഇന്ന് നോക്കുക, ഈശോയ്ക്ക് വേണ്ടി രക്തം ചിന്തിയ സെയിൻറ്റ് സ്റ്റീഫൻ്റെ തിരുനാളാണ്. ഡീക്കൻ്റെ, അതായത് ഞങ്ങളുടെ കല്ലേറുകൊണ്ട് മരണമടഞ്ഞു. അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോൾ അവന് യേശുവിനെ കാണാൻ കഴിഞ്ഞു. മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നത് അവൻ കണ്ടു അത്രയും. ഒരു 10-30 വർഷം മുമ്പ് ഈ വചനഭാഗം വായിച്ചാൽ നമുക്ക് പലപ്പോഴും മനസ്സിലാകില്ല. കാരണം സഹോദരങ്ങൾ തമ്മിലും സ്വന്തം മകനും അപ്പനും തമ്മിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞാൽ ഒരു 30 വർഷം മുമ്പൊക്കെ ഇരിക്കുന്നവർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നു. കാരണം ഏകദേശം ആ രീതിയിലൊക്കെയായി ബന്ധുജനങ്ങൾ ഒക്കെ ശത്രുക്കളായി വരികയാണ്. സ്വന്തക്കാരൊക്കെ ശത്രുക്കളായി വരികയാണ്. ഇത് മുന്നേ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കണ്ടേ? വിപരീതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ്റെ കയ്യിൽ നമുക്ക് അഭയം തേടാം. അവൻ്റെ സന്നിധിയിൽ മാത്രമേ ഉള്ളൂ സഹോദരങ്ങളെ രക്ഷ. അവൻ മാത്രമേ യഥാർത്ഥ സമാധാനം തരാനുള്ളൂ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ സ്വീകരിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന ആ തമ്പുരാൻ്റെ മുൻപിൽ അണയാം. ഒരുപക്ഷെ ഒരു രക്തസാക്ഷിത്വം നമുക്കും ഉണ്ടാകാം. അതിനായി ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.